ഗജേന്ദ്രന്റെ അധ്വാനം, പിന്നെ ബോലയുടെ സഹായം. മാന്ത്രിക മാവ് അവസ്ഥ മാറ്റിക്കളഞ്ഞു. അത്യാഗ്രഹം നിറഞ്ഞ ലാല ഉണ്ടാക്കിയ ഒരു കളി അദ്ദേഹത്തിന് പകരം കിട്ടിയത് മണ്ണാണ്. നല്ല ചിന്തകളോടെ ആര് മനസ്സ് ജയിക്കുന്നോ ആ ദൈവം പോലും അവരെയായിരിക്കും വളർത്തുക. ഭയങ്കരമായ വെയിലത്ത് ആ ഗ്രാമത്തിന്റെ ആ ദിവസം തുടങ്ങി. കാറ്റ് ലഘുവായതായും ചൂടായതായും ഇരുന്നു. 4 വശത്തും വരൾച്ചയോടെ കാണപ്പെട്ടു. ഗജേന്ദ്രൻ തന്റെ വളർത്തു ഒട്ടകമായ ബോലയോടൊപ്പം ചൂടായ മണ്ണിൽ കൂടി നടന്നു വരികയായിരുന്നു. ബോലോ തന്റെ മുതുകത്ത് വണ്ടി വലിച്ചു കൊണ്ടുവരികയായിരുന്നു. അതിൽ ശുദ്ധമായ മാവ കച്ചേരിയുടെ ബോർഡ് ഇട്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഒരു കസ്റ്റമറും വന്നില്ല. കുറച്ചു സമയത്തിന് ശേഷം ഗജേന്ദ്രൻ ചെന്ന് ഒരു മരത്തിനടിയിലായി നിന്നു. അദ്ദേഹം തന്റെ തോളത്തുള്ള തോർത്തെടുത്ത് തന്റെ മുഖം തുടച്ചു. എന്നിട്ട് ബോലയെ സ്നേഹത്തോടെ തടവി. എന്റെ ദൈവമേ, ഇത് ഏതു പരീക്ഷയാണ്? ഗ്രാമം മുഴുവൻ ദാഹത്തോടുണ്ട്. പക്ഷേ എന്റെ കച്ചോരി കട ആളില്ലാതെ കാണുന്നു. ഒരു പക്ഷേ ഇന്ന് എന്തെങ്കിലും കിട്ടിയിട്ടില്ലെങ്കിൽ പാവം ഈ ബോൾ വിശപ്പോടെ തന്നെ ഉറങ്ങിയേക്കണം. പിന്നെ ഞാനും മാവ വാങ്ങിക്കാൻ പോലും എന്റെ അടുത്ത് പൈസ ഇല്ലല്ലോ. ഗജേന്ദ്രൻ മുഖം താഴ്ത്തിക്കൊണ്ട് വല്ലാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു. തെരുവിൽ മറുവശത്തായി ലാലാറാം അദ്ദേഹത്തെ നോക്കിക്കൊണ്ടിരുന്നു. അദ്ദേഹത്തിന് ഒരു വലിയ സ്വീറ്റ് കടയുണ്ട്. അവിടെ കഴിക്കാനുള്ള ഒരുപാട് സാധനങ്ങളും ഉണ്ട്. അദ്ദേഹം ഫാൻ കാറ്റിന് താഴെ വളരെ ശാന്തമായിരിക്കുകയാണ്. ഗജേന്ദ്രന്റെ അവസ്ഥ കണ്ടിട്ട് അദ്ദേഹം ചിരിക്കുകയാണ്. പിന്നെ അദ്ദേഹം എണീറ്റു തന്റെ കടയുടെ വാതിൽക്കൽ വരെ വന്നു. ഗജേന്ദ്രനെ കളിയാക്കാൻ അദ്ദേഹം ശ്രമിക്കുകയാണ്. മോനെ ഗജേന്ദ്ര, എന്തിനാ വായില്ലാത്ത ജീവൻ ഒട്ടകത്തിനെ ഇങ്ങനെ വിശപ്പിക്കുന്നു? കച്ചോരി ചെയ്യാനുള്ള സാധനങ്ങൾ തന്നെ നിന്റെ അടുത്തില്ല. പിന്നെ എന്തിനാ ഈ ഡ്രാമ? പക്ഷെ എന്റെ കട കണ്ടല്ലേ, ഇവിടെ ഒരുപാട് ഫ്രഷ് ആയ നെയ് വാസന ഉണ്ട്. നീ എവിടെയെങ്കിലും ചെന്ന് കൂലി പണി നോക്ക്. കച്ചോരി വിൽക്കുന്നത് നിന്നെ കൊണ്ട് പറ്റില്ലാത്ത കാര്യമാണ്. ലാലയുടെ കടയിൽ ഇരുന്നു കൊണ്ടിരുന്ന മറ്റൊരു കസ്റ്റമറായ ഷേർ സിംഗും ഇത് നോക്കി ചിരിക്കുകയായിരുന്നു. ലാലാ ചേട്ടൻ പറയുന്നത് നേരാണ് ഗജേന്ദ്ര. ഇനി ഈ ഗ്രാമത്തിൽ മാവ കച്ചോരി ആരും വാങ്ങിച്ചിട്ടില്ല. എല്ലാവരും പാവപ്പെട്ടവരായി. പിന്നെ നിന്റെ കച്ചോരിയിൽ മുൻപത്തെ പോലെ രുചിയും ഇല്ലാതെ പോയി. തോൽവി സമ്മതിച്ചേക്ക്. രുചി നല്ല ആലോചന കൊണ്ടാണ് വരുന്നത്. ഇനി എനിക്ക് മോശമായ സമയമാണ്. പക്ഷെ നാളെ എല്ലാം ശരിയായി പോകും. എന്റെ അധ്വാനത്തിൽ എനിക്ക് വിശ്വാസമുണ്ട്. അധ്വാനത്തിനെ കൊണ്ട് വയറ് നിറയ്ക്കാൻ പറ്റില്ല, പൈസ കൊണ്ടാണ് നിറയും. പോയിക്കോ, ഇവിടെ നിന്ന് പോയിക്കോ. ഗജേന്ദ്രൻ ഇതൊക്കെ കണ്ടിട്ട് വീണ്ടും വിഷമത്തിലായി. അദ്ദേഹം തന്റെ ഒട്ടകം ബോലയോടൊപ്പം അവിടെ നിന്നും പോകാനായി തീരുമാനിച്ചു. കുറച്ചു സമയത്തിനകം അവർ രണ്ടുപേരും അവിടെ നിന്നും പുറപ്പെട്ടു. അന്ന് വൈകുന്നേരം തന്നെ ഗജേന്ദ്രൻ ഒരു ഗ്രാമത്തിന് പുറത്തുള്ള പഴയ ക്ഷേത്രത്തിലേക്ക് പോയി. കുറച്ചു സമയം അവിടെ വിശ്രമിക്കാൻ തീരുമാനിച്ചു. അദ്ദേഹം ആ ക്ഷേത്രത്തിന് പുറകിലേക്ക് ചെന്നു. അദ്ദേഹം ബോലയെ അവിടെ ഉണ്ടായിരുന്ന ഒരു പഴയ മരത്തിനടിയിലുണ്ടായിരുന്ന ഒരു പഴയ ഷെഡിൽ കെട്ടിയിട്ടു. അദ്ദേഹവും ക്ഷേത്രത്തിന്റെ ചുമരിൽ ചാരി അവിടെ തന്നെ ഇരുന്നു. അദ്ദേഹം ഉറങ്ങാനായി ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ ഒരു കല്ലിനടിയിൽ മറഞ്ഞിരിക്കുന്ന ഒരു പഴയ മരപ്പെട്ടി അദ്ദേഹം കണ്ടു. അദ്ദേഹം അതിനടുത്തേക്ക് ചെന്നു. ആ പെട്ടി പുറത്തേക്ക് എടുത്തു. എന്നിട്ട് ആ പെട്ടി വളരെ ശ്രദ്ധയോടെ നോക്കി. എന്താ ഇത്? ഈ തരിശു ഭൂമിയില് ഈ പെട്ടി എവിടെ നിന്നാണ് വന്നത്? ആരെങ്കിലും തുളച്ച സാധനങ്ങൾ ഇതിലുണ്ടോ എന്തോ? ഞാൻ ഇതിനെ തുറന്നു നോക്കണം. ഗജേന്ദ്രൻ പതുക്കെ പതുക്കെ ആ പെട്ടി തുറന്നു. അതിനകത്ത് വലുതായി ഒന്നും തന്നെ കണ്ടില്ല. ഒരു ചെറിയ വെളുത്ത മാവ കഷ്ണമാണ് ഇരുന്നത്. മാവ കാണാൻ വളരെ സാധാരണമായിരുന്നു. പക്ഷെ അതിൽ ചെറിയ തിളക്കമുണ്ടായിരുന്നു. പിന്നെ അതിൽ നിന്നും നല്ല മണവും വരാൻ തുടങ്ങിയിരുന്നു. അദ്ദേഹം ആ മാവയിലേക്ക് തൊടാനായി ഒരുങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ മുൻപിൽ പെട്ടെന്ന് ഒരു ദൈവിക ശക്തിയുള്ള മനുഷ്യൻ പ്രത്യക്ഷപ്പെട്ടു. നിന്റെ വിശ്വാസമാണ് എന്നെ ഇവിടെ വർദ്ധിപ്പിച്ചത്. ഈ പെട്ടിയിൽ ഇരിക്കുന്ന മാവ എപ്പോഴും തീരുന്നേയില്ല. നീ നിന്റെ കച്ചോരിയിൽ ഇട്ടേക്കണം. ആരെങ്കിലും ഇതിനെ കഴിച്ചാൽ അവരുടെ മനസ്സ് ശാന്തമായി മാറും. പിന്നെ അവരുടെ രോഗങ്ങളും തീർന്നു പോകും. പക്ഷേ ഓർമ്മയിൽ വെച്ചോളൂ, എന്നാണ് നിങ്ങൾ അത്യാഗ്രഹപ്പെടുന്നത്, ഈ മാന്ത്രികം അപ്പോൾ തന്നെ തീർന്നു പോകും. മഹാരാജാവേ, ഞാൻ എന്ത് പറയാനാ? മോശമായ എന്റെ ജീവിതത്തിനെ നിങ്ങൾ രക്ഷിച്ചു. ഞാൻ വാക്കു തരുന്നു, ഞാൻ എപ്പോഴും അത്യാഗ്രഹം കാണിക്കില്ല. പിന്നെ എല്ലാവരെയും ഞാൻ സഹായിക്കും. തഥാസ്തു മോനെ, എപ്പോഴും നിന്റെ ആലോചനകളും കാര്യങ്ങളും ശുദ്ധമായിട്ടിരിക്കണം. അതാണ് സത്യത്തിന്റെ പാഠം. ആ ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. പിന്നെ പെട്ടെന്ന് തന്നെ അദ്ദേഹം മാഞ്ഞുപോയി. ഗജേന്ദ്രൻ മാവയെ തന്റെ കയ്യിലെടുത്തുകൊണ്ട് അവിടെ നിന്നും അദ്ദേഹം പുറപ്പെട്ടു. അടുത്ത ദിവസം ഗജേന്ദ്രൻ വീണ്ടും തന്റെ വണ്ടി എടുത്തുകൊണ്ട് വീണ്ടും മാർക്കറ്റിലേക്ക് വന്നു. ഇത്തവണ അദ്ദേഹത്തിന്റെ മുഖത്ത് ഒരു വ്യത്യാസമായ ചിരി ഉണ്ടായിരുന്നു. അദ്ദേഹം ബോലയെ ഒരു സ്ഥലത്ത് നിർത്തി
എന്നിട്ട് ആ ആഹാര സാധനങ്ങൾ അദ്ദേഹം ഉണ്ടാക്കാൻ തുടങ്ങി. അദ്ദേഹം പെട്ടിയിലുള്ള മാവയെ നോക്കി, എന്നിട്ട് അത് കൈകൊണ്ട് എടുത്തു. അത് അദ്ദേഹം എടുത്തതും വീണ്ടും മാവ് അതിൽ വന്നു. ഇത് കണ്ടിട്ട് ഗജേന്ദ്രൻ ഞെട്ടിപ്പോയി. എന്നിട്ട് ആ മാവയിൽ അദ്ദേഹം വേവ് ചേർത്തു. പിന്നെ കുറച്ചു സമയത്തിനകം കച്ചോരി പൊരിയാൻ തുടങ്ങി. 4 ദിക്കിലും വാസന പരന്നു. പിന്നെ തൊട്ടടുത്തുള്ളവരൊക്കെ അദ്ദേഹത്തിന്റെ വണ്ടിയെ നോക്കി വരാൻ തുടങ്ങി. അല്ല, ഇതെന്തൊരു നല്ല മണമാണ്! എങ്ങനെയായിരിക്കുന്നെന്നാൽ സ്വർഗത്തിന്റെ വാതിൽ തുറന്നതുപോലെയുണ്ട്. പെട്ടെന്ന് എനിക്ക് നന്നായി വിശക്കുന്നു. അമ്മേ, ഇന്ന് സ്പെഷ്യലായ മാവ കച്ചോരിയാണ്. വരൂ, ചൂടായിട്ട് 2 കഴിക്കൂ. അതിനിടയ്ക്ക് അവിടേക്ക് ചേസിംഗ് വന്നു. ഷേർ സിംഗിന് ആ മണം കേട്ടിട്ട് ഇരിക്കാനായില്ല. അദ്ദേഹവും ആ കടയുടെ അടുത്തേക്കായി നടന്നു വന്നു. ഗജേന്ദ്ര സിംഗ് എല്ലാവർക്കും ആ മാവ കച്ചോരിയെ നൽകി. ഷേർ സിംഗ് അത് ഒരുപായി കഴിച്ചു നോക്കി. ഉടനെ അദ്ദേഹത്തിന്റെ മുഖം സന്തോഷം കൊണ്ട് നിറഞ്ഞുപോയി. വാ ഗജേന്ദ്ര ചേട്ടാ, നിങ്ങൾ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഇരുന്ന് എന്റെ ക്ഷീണം പോയിട്ടുണ്ട്, എന്റെ തലവേദനയും പോയിട്ടുണ്ട്. ഇതൊന്നും കച്ചോടിയല്ല, ഇത് ഒരു അമൃതമാണ്. ഇതാ, ഇതിന് 5 നാണയങ്ങൾ പിടിച്ചോളൂ. ഇല്ല ഷേർ സിംഗ് ചേട്ടാ, ഇതിന്റെ വില ഒറ്റ നാണയം മാത്രമാണ്. എനിക്ക് അധികം വേണ്ട. ശരിയാണ് മോനെ, എന്റെ മുട്ടുവേദനയൊക്കെ ഇപ്പോൾ ശരിയായിരിക്കുന്നു. നിന്നെ കാണാൻ ഒരു മന്ത്രവാദിയെ പോലെയുണ്ട്. എല്ലാരും അത് കഴിച്ചിട്ട് ഒരുപാട് സന്തോഷിച്ചു. പതുക്കെ പതുക്കെ വീണ്ടും കൂടുതൽ ആളുകൾ ഗജേന്ദ്രന്റെ കടയിലേക്ക് വരാൻ തുടങ്ങി. പിന്നെ അദ്ദേഹം ചെയ്തു നൽകിയ മാവ കച്ചോരി അവർ കഴിക്കാനും തുടങ്ങി. ഗജേന്ദ്രന്റെ സ്പെഷ്യലായ മാവ കച്ചോരി ആ മാർക്കറ്റിൽ തന്നെ വലിയൊരു അടയാളമായി മാറി. ആരൊക്കെ മാർക്കറ്റിലേക്ക് വരുന്നോ അവർ ഗജേന്ദ്രന്റെ മാവ കച്ചോരി തീർച്ചയായും കഴിക്കും. ബോലയും എല്ലാരും സ്നേഹത്തോടെ നോക്കാൻ തുടങ്ങി. ജനങ്ങൾ അതിന് പുല്ലുകളും കാരറ്റൊക്കെ വാങ്ങി നൽകാൻ തുടങ്ങി. അതും ഒരുപാട് സന്തോഷിക്കാൻ തുടങ്ങി. ഗജേന്ദ്രനും ബോലയ്ക്കും വല്ലാത്തൊരു ഉത്സാഹം തന്നെ ഉണ്ടാകാൻ തുടങ്ങിയിരുന്നു. ഗജേന്ദ്രൻ വീണ്ടും വീണ്ടും ആ പെട്ടിയിൽ നിന്നും മാവ എടുത്തു. പിന്നെ അത് വീണ്ടും വീണ്ടും നിറയാൻ തുടങ്ങിയിരുന്നു. രണ്ടുപേരും കാണാൻ വളരെ നന്നായിരിക്കുന്നു. പിന്നെ ഒന്നിച്ചു ചേർന്ന് അവർ നന്നായി കച്ചവടം ചെയ്തു. ലാലാറാം തന്റെ കടയിൽ ഇരുന്നു കൊണ്ട് ഗജേന്ദ്രന്റെ കടയിൽ ജനങ്ങൾ വരുന്നത് നോക്കിക്കൊണ്ടേയിരുന്നു. അദ്ദേഹത്തിന്റെ വിജയം കണ്ട് ഇദ്ദേഹത്തിന് ഞെട്ടലും തോന്നി. പിന്നെ അസൂയയും ഉണ്ടാകാൻ തുടങ്ങി. അദ്ദേഹം വളരെ ശ്രദ്ധിച്ചു നോക്കി ഗജേന്ദ്രൻ ഏത് പെട്ടിയിൽ നിന്നാണ് വെളുത്ത മാവ് എടുക്കുന്നതെന്ന്. ഇന്നലെ വരെ അവന്റെ അടുത്ത് ഉപ്പ് വാങ്ങിക്കാൻ പോലും കാശില്ല. ഇന്ന് ഈ ഗ്രാമം മുഴുവതും അവന്റെ പുറത്താണ് ചുറ്റുന്നത്. തീർച്ചയായിട്ടും ഇതിൽ എന്തെങ്കിലും മാന്ത്രികമുണ്ടാവും. ഞാൻ ആ പെട്ടിനെ കണ്ടേ പറ്റുള്ളൂ. അങ്ങനെ അതിൽ എന്താണ് ഉള്ളത്, അത് തീർന്നേ ഇല്ല. ലാലാറാം പതുക്കെ തലയാട്ടി. അതായത് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഗജേന്ദ്രന്റെ ജോലി നശിപ്പിക്കാനായി എന്തോ ഒരു പദ്ധതി ഒരുക്കിയതുപോലെ തോന്നി. അന്ന് രാത്രി നല്ല ഇരുട്ടായിരുന്നു. ആകാശത്ത് ചന്ദ്രൻ പോലും ഇല്ലായിരുന്നു. ഗജേന്ദ്രൻ തന്റെ വീടിന്റെ വാതിൽക്കൽ കയറുകെട്ടിലിൽ കിടന്നുറങ്ങുകയായിരുന്നു. ബോലായും നന്നായി കിടന്നുറങ്ങുകയായിരുന്നു. വീടിന്റെ വാതിൽക്കൽ ഇരുമ്പ് കമ്പിയിലുണ്ടാക്കിയ ഗേറ്റ് ഉണ്ടായിരുന്നു. പിന്നെ അവിടെയാണ് വണ്ടിയും നിൽക്കുക. ആ മാന്ത്രിക പെട്ടിയും ആ വണ്ടിയിലാണ് ഉള്ളത്. ആ മാന്ത്രിക പെട്ടി ഇവിടെയാണ് ഉള്ളത്. നാളെ ഈ ഗജേന്ദ്രൻ എങ്ങനെയാണ് കച്ചോരി ചെയ്യുന്നതെന്ന് ഞാനും കാണുന്നുണ്ട്. ഞാൻ ഇതിൽ മാവ കച്ചോരി ചെയ്ത് ഈ ഗ്രാമത്തിൽ തന്നെ ഒരു വലിയ ബിസിനസ്മാനായി മാറും. പിന്നെ ആ ഗജേന്ദ്രനെ ഒരു വഴി ചെയ്തേക്കും. ലാലാറാം ആർക്കും അറിയാതെ അവിടേക്ക് വന്നു. പിന്നെ ആ ഇരുമ്പ് കമ്പി ഗേറ്റിനകത്ത് വന്ന് വണ്ടിയിലുണ്ടായിരുന്ന ആ മാന്ത്രിക പെട്ടി എടുത്തു. എന്നിട്ട് അവിടെ നിന്നും ആർക്കും അറിയാതെ രക്ഷപ്പെട്ടു. അടുത്ത ദിവസം രാവിലെ ലാലാറാം തന്റെ കടയിലേക്ക് വേഗം തന്നെ വന്നു. അദ്ദേഹം ആ പെട്ടി തുറന്നു. അതിൽ വെളുത്ത മാവ് ഇരിക്കുന്നത് കണ്ടു. അത് കാണാൻ വളരെ നോർമലായിരുന്നു. പക്ഷെ അതിൽ നിന്നും ചീഞ്ഞുപോയ മുട്ടയുടെ മണം വരികയായിരുന്നു. അദ്ദേഹത്തിന്റെ മുഖം തന്നെ മാറിപ്പോയി. എന്നാലും അദ്ദേഹം ചിന്തിച്ചു, ഈ മാന്ത്രിക മാവ തന്നെ ശക്തിയുള്ളവനായും യുവാവായും മാറ്റുമെന്ന്. അതുകൊണ്ട് സ്പൂണിലെടുത്ത് ചെറുതായി കഴിച്ചു നോക്കി. ഒന്നും സംഭവിച്ചില്ല. പിന്നെ അതിൽ നിന്നും മറ്റൊരു സ്പൂൺ എടുക്കാൻ വേണ്ടി ആ പെട്ടി തന്നെ എടുത്തു. അദ്ദേഹത്തിന്റെ കൈയൊക്കെ കാന്താൻ തുടങ്ങി. അതായത് അതിൽ എന്തോ തീ കത്തുന്നത് പോലെ. ആ പെട്ടി അദ്ദേഹം താഴേക്കിട്ടതും അദ്ദേഹം നോക്കി, അതിലുണ്ടായിരുന്ന മാവ മണ്ണായി മാറിയിരുന്നു. ചേടാ, എന്താ ഇത്? ഈ മാവ എങ്ങനെ മണ്ണായിട്ട് മാറിയത്? പിന്നെ എന്തിനാ ഇതിൽ ഇങ്ങനെ ദുർനടനം വീസുന്നത്? ഗജേന്ദ്രൻ തീർച്ചയായിട്ടും ഇതിൽ എന്തെങ്കിലും മന്ത്രം പറഞ്ഞിട്ടുണ്ടാവും. ഇത് എനിക്ക് സ്വന്തമായിട്ടില്ലെങ്കിൽ ഞാൻ ഇതിനെ ആർക്കും സ്വന്തമാവാൻ വിടില്ല. ഇവിടെ എന്താണ് നടക്കുന്നതെന്ന്
എന്താണെന്ന് അദ്ദേഹത്തിന് ഒന്നും മനസ്സിലായില്ല. അന്ന് വൈകുന്നേരം തന്നെ ലാലാറാം ഗ്രാമത്തിലെ നേതാവിനെ ചെന്ന് കണ്ട് ഒരു വലിയ പ്രശ്നത്തിനെ ഉണ്ടാക്കി. അദ്ദേഹത്തിന്റെ കയ്യിൽ വെളുത്ത പട്ടി കെട്ടിയിരിക്കുകയായിരുന്നു. അദ്ദേഹം കരഞ്ഞു കരഞ്ഞ് എല്ലാവരുടെ മുൻപിൽ വെച്ചും അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഗ്രാമത്തിലെ ജനങ്ങളൊക്കെ അവിടെ ഒന്നിച്ചുകൂടി. പിന്നെ കുറച്ചു സമയത്തിനകം ഗജേന്ദ്രനും അവിടേക്ക് വന്നെത്തി. നോക്കൂ തലവൻ സാറേ, ഈ ഗജേന്ദ്രൻ നമ്മൾ എല്ലാവരും മോശം ചെയ്തിട്ടുണ്ട്. ഈ പെട്ടി മായപ്പെട്ടിയാണ്. ഇതിന്റെ സത്യം അറിയാനായിട്ട് ഞാൻ ഇതിനെ രാത്രി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതില് കറുത്ത മണ്ണും ദുർനാറ്റവും വീശുന്നുണ്ട്. ഇത് നമ്മളുടെ ആരോഗ്യത്തിന് കേടാണ്. തലവൻ സാറേ, ഞാൻ ആർക്കും ഏതൊരു കരുതലും കരുതിട്ടില്ല. ഇത് സാധുവിന്റെ പ്രസാദമാണ്. ലാലാറാം ഇതിനെ മോഷ്ടിച്ചിട്ടുണ്ട്. മോഷ്ടിക്കുന്നത് പാവമാണ്. അതുകൊണ്ടാണ് ഇത് മണ്ണായിട്ട് മാറിയിട്ടുണ്ട്. നേതാവ് വളരെ ബുദ്ധിശാലിയായിരുന്നു. അദ്ദേഹം ചിന്തിച്ചു, അത് ശരിക്കും ഒരു മാന്ത്രിക പെട്ടിയാണെങ്കിൽ സത്യസന്ധനായ മനുഷ്യരുടെ കയ്യിൽ അത് തന്റെ മഹത്വം കാണിക്കുന്നതാണ്. ഒരുപക്ഷെ ഈ പെട്ടിയിൽ ശരിക്കും മാന്ത്രികത ഉണ്ടെങ്കിൽ ഇത് ഒരു നേർമയാണ് മനുഷ്യന്റെ അടുത്ത് തന്റെ നിറം കാണിക്കും. ഗജേന്ദ്ര, നീ ആ പെട്ടി എടുത്തേക്ക്. കാര്യം സത്യമെങ്കിൽ ഇത് എല്ലാവർക്കും കാണാൻ പറ്റും. ലാലാറാം മനസ്സിനകത്ത് ചിരിച്ചു. ഗജേന്ദ്രനും പൊള്ളുമെന്ന് അദ്ദേഹം കരുതി. ഗജേന്ദ്രൻ വീണ്ടും ആ പെട്ടി കയ്യിലെടുത്തതും മണ്ണ് വീണ്ടും നല്ല മണം നിറഞ്ഞ വെളുത്ത മാവയായി മാറി. നേതാവ് ആ മാവയെ കുറച്ചെടുത്ത് കഴിച്ചു നോക്കി. പിന്നെ അദ്ദേഹത്തിന്റെ മുഖത്ത് ഉടൻ തന്നെ നല്ല സന്തോഷമുണ്ടായി. ഇത്ര രുചിയുള്ള ഒരു മാവായനെ ഞാൻ ഇതുവരെ കഴിച്ചിട്ടേ ഇല്ല. ഇത് വളരെ നന്നായിട്ടുണ്ട്, ആരോഗ്യമായിട്ടുണ്ട്. ഇത് കണ്ടിട്ട് എല്ലാരും ഞെട്ടിപ്പോയി. പിന്നെ എല്ലാവർക്കും മനസ്സിലായി യഥാർത്ഥ തെറ്റുകാരൻ ലാലാറാം ആണെന്ന്. ലാലാറാം, നീ മോഷ്ടിച്ചത് മാത്രമല്ലാതെ ശരിക്കുമുള്ള നേർമയാണ് മനുഷ്യന്റെ മേലിൽ കള്ളം പറഞ്ഞിട്ടുണ്ട്. മാന്ത്രികം ആ പെട്ടിയിലല്ല, ഗജേന്ദ്രന്റെ ആലോചനയിലുണ്ട്. നിന്റെ അത്യാഗ്രഹം പിടിച്ച കണ്ണുകൾ ഇതിൽ മണ്ണിനെ കണ്ടിട്ടുണ്ട്. കാരണം നീ വളരെ മോശമായവനാണ്. ഇവനെ ഗ്രാമത്തിൽ നിന്നും പുറത്താക്കണം. ഇവൻ ഒരു കള്ളൻ. ഇല്ല തലവൻ സാറേ, ഇദ്ദേഹത്തിനെ ക്ഷമിച്ചേക്കും. കഷ്ടപ്പെട്ട് അധ്വാനിക്കണമെന്ന് ഇദ്ദേഹത്തിന്റെ അടുത്ത് പറയണം. അത്യാഗ്രഹിക്കാൻ പാടില്ല. എന്നെ ക്ഷമിച്ചേക്കോ. എന്റെ അത്യാഗ്രഹം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ഇപ്പോൾ ഞാൻ മാറിയിട്ടുണ്ട്. പിന്നെ ഞാൻ വാക്ക് തുറന്നുണ്ട്. ഇനി മുതൽ ഞാൻ ഇതുപോലെ ചെയ്യുന്നേ ഇല്ല. പിന്നെ എല്ലാവരെയും തീർച്ചയായിട്ടും സഹായിക്കും. ലാലാറാമിന് തന്റെ തെറ്റ് മനസ്സിലായി. അദ്ദേഹം നാണിച്ച് തല താഴ്ത്തി നിന്നു. അതോടെ ആ ദിവസം അവസാനിച്ചു. അന്ന് വൈകുന്നേരം തന്നെ ലാലാറാം തന്റെ കട അടച്ചുപൂട്ടി. ഇപ്പോൾ ഗജേന്ദ്രന്റെ വണ്ടിക്കടയിൽ അദ്ദേഹത്തെ സഹായിക്കുകയായിരുന്നു. അദ്ദേഹം ബോലയെ സ്നേഹത്തോടെ തലോടി. പിന്നെ അതിനെയും അദ്ദേഹം സ്നേഹിച്ചു. ഇപ്പോൾ ഗജേന്ദ്രൻ വീണ്ടും വണ്ടിക്കട നടത്തുകയായിരുന്നു. ആ യഥാർത്ഥ മനസ്സോടെയും നന്ദി വിശ്വാസത്തോടെയും അദ്ദേഹം എല്ലാവർക്കും രുചികരമായ മാവ കച്ചോരി നൽകി. ഈ മാവ കച്ചോരി പോലെ മറ്റൊന്നും തന്നെ ഇല്ല. ഇത് ഞാൻ എന്ന് കഴിക്കാൻ തുടങ്ങിയോ അന്ന് മുതൽ വളരെ ആരോഗ്യമായും കഴിവോടുകൂടിയും ഇരിക്കുകയാണ് ഞാൻ. അതെ ഗജേന്ദ്ര, ഈ മാവായനെ കഴിച്ചതിന് ശേഷം 10 വയസ്സ് കുറഞ്ഞതുപോലെ തന്നെ ഉണ്ട്. ഈ മാവ കച്ചോടിയിൽ ഏതൊരു മാന്ത്രികതയും ഇല്ല. അധ്വാനത്തിനും നേർമയും കിട്ടിയ ഫലനാണ്. ഞാൻ നിങ്ങൾക്ക് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, എപ്പോഴും സത്യത്തോടെ ഇരിക്കണം. അത്യാഗ്രഹ മാർഗത്തിനെ എപ്പോഴും തിരഞ്ഞെടുക്കല്ലേ.